തിരുവനന്തപുരം മേയർ വി രാജേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് അതിന് മിനിമം ആവശ്യം വേണ്ട ഉദ്യോഗസ്ഥർ ഉണ്ടാകണമെന്നാണ്. കോർപ്പറേഷൻ സെക്രട്ടറി എന്തായാലും ഉണ്ടാകും. അപ്പോൾ അതോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ജീവനക്കാരും ഉണ്ടാവും. അതുമാത്രമല്ല, ഇപ്പോൾ അടുത്ത കൗൺസിൽ യോഗം വിളിക്കണമെന്ന് പറഞ്ഞൊരു അപേക്ഷയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? കൗൺസിൽ യോഗം വിളിക്കും. എല്ലാ മാസവും ഒരു കൗൺസിൽ യോഗം ചേരണമല്ലോ. അതുകൊണ്ട് കൗൺസിൽ യോഗം തീർച്ചയായിട്ടും വിളിക്കും. ഇല്ല, ഒന്നും ആയിട്ടില്ല. ഈ മാസം എന്തായാലും ഉണ്ടാവും. അപ്പോഴുള്ള സാഹചര്യം എങ്ങനെയാണ്, കോടതികളൊക്കെ എന്ത് തീരുമാനിക്കും അനുസരിച്ചിട്ടിരിക്കും. നമ്മുടെയൊക്കെ കേട്ടറിവിൽ ഇത് ആദ്യമായിട്ടായിരിക്കും. പക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. അതൊരു ക്ഷീണമായി തോന്നും. എൻ്റെയും കേട്ടറിവിൽ ഇത് ആദ്യമായിട്ടാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. രാഷ്ട്രീയത്തിൽ സാഹചര്യങ്ങളുണ്ടാവും. ആ സാഹചര്യങ്ങൾ മറികടക്കാൻ വേണ്ടി പുതിയൊരു സാഹചര്യങ്ങളുണ്ടാവും. അത്രയും. അതാണ് ആ ഒരു സാഹചര്യത്തോടുള്ളൊരു പ്രതികരണം. അതായത് കോടതിയിൽ പോയി വാദിച്ച് നമ്മളിപ്പോൾ ജയിലിൽ പോയി ഒരു സത്യപ്രതിജ്ഞ നടത്താൻ പോകുന്നു. അത് അങ്ങ് തന്നെ ഇപ്പോൾ നേരിട്ട് പോകുന്നു. ആദ്യമായി കേൾക്കുന്ന ഒരു സംഭവം അങ്ങ് തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിനോടൊരു യോജിപ്പുണ്ടോ? അതൊരു ക്ഷീണമായി തോന്നുന്നുണ്ടോ? 100% യോജിപ്പാണ്. കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴേക്കും തീരുമാനം എടുക്കാനാണല്ലോ കോടതികളുടെ ഉത്തരവാദിത്വം. കോടതികളെ നിയോഗിച്ചിട്ടുള്ളത്. കോടതി എടുക്കുന്ന തീരുമാനം അഭിമാനത്തോടെ നമ്മൾ അംഗീകരിക്കുകയില്ലേ ചെയ്യുന്നത്. ഏത് തീരുമാനമായാലും അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കരുത്താണ് വർദ്ധിപ്പിക്കുന്നത്. പിന്നെ വളരെ ശക്തമായിട്ട് പോസിറ്റീവായിട്ട് ഭരണസമിതി ശക്തമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ, എല്ലാവരുടെയും പിന്തുണയോടുകൂടി. അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം കൗൺസിലർ ഫയൽ ചെയ്ത ആപ്ലിക്കേഷനിൽ കോടതിയുടെ വിധി പറഞ്ഞു. ആർക്കും കൊടുത്ത മറുപടിയായിട്ടൊന്നും ഞാൻ കണക്ക് കൂട്ടുന്നില്ല. കൗൺസിലർ അദ്ദേഹം റിട്ട് ഫയൽ ചെയ്തു. ആ റിട്ടിൽ കോടതിയുടെ ജഡ്ജ്മെൻറ്റ് പറഞ്ഞു. ആ ജഡ്ജ്മെൻറ്റ് അംഗീകരിക്കുവാൻ അനുസരിക്കുവാൻ ഞങ്ങളൊക്കെ തന്നെ ബാധ്യതപ്പെട്ടവരാണ്.